വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 1201 ആണ്ടിലെ ധനുക്കൂറ് മുതൽ, അതായത് മൂലം നാള് മുതൽ മീനക്കൂറിലെ രേവതി നാള് വരെയുള്ള ആൾക്കാരുടെ വിഷുഫലമാണ്. വിഷുവിന്റെ ശുഭാശുഭത്വം, വിഷുഫലത്തിന്റെ ശുഭാശുഭത്വമാണ്. എന്തൊക്കെ ഗുണമുണ്ട്, എന്തൊക്കെ ദോഷമുണ്ട്, സാമാന്യമായവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമുക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ 15 നാഴിക ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് എന്താണ് ഫലം? അത്ര ശുഭമല്ല അവർക്ക്. അഷ്ടമത്തിൽ ഗുരുവും കൂടെ വരുന്ന ഒരു കാലഘട്ടമാണ്. മനസുഖം കുറയും, സൗഹൃദം ദോഷമായിട്ട് മാറും, പ്രവൃത്തികളിൽ ഭംഗം, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് പൂർത്തീകരിക്കാൻ ഒക്കാത്ത അവസ്ഥ, വേണ്ടപ്പെട്ടവർ, സൗഹൃദത്തിൽപ്പെട്ടവർ വിപരീതമായിട്ട് പെരുമാറും. അങ്ങനെയുള്ള മാനസിക സൗഖ്യക്കുറവ് അനുഭവിക്കുമെന്നർത്ഥം. യാത്രകൾ നഷ്ടത്തിലെത്തും. യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്നവരാണെങ്കിൽ പൂർണ്ണഫലം കിട്ടത്തില്ല, നഷ്ടത്തിലാവാം, അല്ലെങ്കിൽ ഗുണം കുറഞ്ഞിരിക്കാം. തൻ്റെ വാക്കും പ്രവൃത്തിയും തന്നെ തനിക്ക് ദോഷമായിട്ട് വരും. താൻ ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് ദോഷമായിട്ട് വരും. വേണ്ടപ്പെട്ടവർ ഒന്ന് മാറ്റി നിർത്തും. അതിൻ്റെ വിഷമവും കൂടെ അനുഭവിക്കും. ധനുക്കൂറുകാർക്ക് അല്പം മോശപ്പെട്ട ഒരു വിഷുഫലമാണ് പറയേണ്ടത്. ആയതുകൊണ്ട് തന്നെ അവനവൻ്റെ ഭരദേവതയെയും ലളിതാ ത്രിപുരസുന്ദരിയെയും മഹാവിഷ്ണുവിനെ ആരാധിക്കുക. സ്ഥിരമായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ക്ഷേത്രത്തിൽ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളെ അർച്ചനയായി കഴിപ്പിക്കുകയോ ചെയ്യുക. ലളിതാ സഹസ്രനാമം വെള്ളിയാഴ്ച ദേവിക്ക് പൂജയായി ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാലദോഷമുണ്ട്, വളരെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ മകരക്കൂറ് ജനിച്ചിട്ടുള്ള ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം അവിട്ടത്തിൻ്റെ 30 നാഴികപ്പെടുന്നവർക്ക്, ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് അവർക്ക് ഗുണകരമാണ് ഈ വിഷുഫലം പറയുന്നത്. വിഷുഫലം ഈ കൂറുകാർക്ക് അല്പസ്വല്പം ഗുണവശമാണ് നൽകുന്നത്. ഗുണകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരും, മംഗളകർമ്മങ്ങൾ അനുഭവത്തിൽ വരും. ചെറുപ്പക്കാർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ശുഭമായ മാംഗല്യകാലം ഉണ്ടായി വരും. നല്ല യാത്രയുടെ കാലമാണ്. യാത്രാഗുണം ഉണ്ടാവും. സഹായങ്ങൾ പെട്ടെന്ന് ലഭിക്കും. വ്യക്തികളിൽ നിന്നാവാം, സ്ഥാപനങ്ങളിൽ നിന്നാവാം, സർക്കാരിൽ നിന്നാവാം. സഹായങ്ങൾ തെറ്റല്ലാത്ത രീതിയിൽ പെട്ടെന്ന് കിട്ടും. അതും ഗുണമാണ് ഈ കൂറുകാർക്ക്. പൊതുവെ നല്ലതായി കൂട്ടുക. സൗഹൃദങ്ങൾ ഗുണമായി വരും. കുടുംബത്തിനകത്ത് ഗുണം കിട്ടും. ധനപരമായ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും. മകരക്കൂറിൽ പെടുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാർക്ക് മംഗളകർമ്മങ്ങൾക്കും ഗുണം തന്നെയാണ് പറയേണ്ടത്. ഇനി കുംഭക്കൂറിൽ പെടുന്ന അവിട്ടത്തിന്റെ അവസാന 30 നാഴിക, ചതയം പൂരുരുട്ടാതിയുടെ മുക്കാല്, പൂരുരുട്ടാതിയുടെ ആദ്യ 45 നാഴിക എന്നർത്ഥം. അവർക്ക് എന്താണ് ഈ വിഷുഫലം എന്ന് ചോദിച്ചാൽ, അസ്വസ്ഥതയുണ്ടാകും, വ്യയം കൂടും, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സൂക്ഷിക്കണം. ENT-യുമായി ബന്ധപ്പെട്ട, മുഖം ശിരസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രവൃത്തി പകുതിയിൽ നിർത്തും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നീണ്ടുപോകും. ഒരു ഗുണം കുറവാണ്, ഒരു മന്ദതയാണ്. അതുപോലെ ധനപരമായ കാര്യങ്ങളിലും താമസം ഉണ്ടാകും. എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിൻ്റെ ധനം കിട്ടും. ഇന്ന് കിട്ടേണ്ടത് 3 ദിവസം താമസിച്ചായിരിക്കും കിട്ടുന്നത്. നടക്കേണ്ട കാര്യം നടക്കേണ്ട സമയത്ത് നടക്കില്ല. താമസം ഉണ്ടാകാം, മന്ദത ഉണ്ടാവാം. ഇതൊക്കെയാണ് പറയുന്നത്. അസുഖകാര്യങ്ങൾ പറയുമ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ ശിരസിനെ ബാധിക്കുന്നതും മുഖത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളും ഒക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു വർഷം 1201 ആണ്ടിലെ വിഷുഫലത്തിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇനി മീനക്കൂറുകാർക്ക് എന്താണ് വിഷുഫലം? മീനക്കൂറിൽ പെടുന്ന പുതുരുട്ടാതി അവസാന 15 നാഴികയും ഉത്രട്ടാതി രേവതി നാളുകാർക്കും എന്ത് ഗുണം വെച്ചാൽ ശാരീരികമായ വൈഷമ്യങ്ങൾ വിഷുഫലത്തിലൂടെ പറയാം. ശാരീരികമായിട്ടുള്ള ഗുണങ്ങളൊന്ന് കുറഞ്ഞിരിക്കും. സ്ഥാനപ്രാപ്തികളൊക്കെ ലഭിക്കും. പുതിയ സ്ഥാനങ്ങളൊക്കെ കിട്ടും. എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഉദ്യോഗത്തിന് വേണ്ടിയോ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ ഗുണമായിട്ട് വരും. അതുപോലെ വിദ്യാവിജയം ഉണ്ടാകും. വിദ്യയ്ക്ക് ഗുണമായിട്ട് വരും. വിദ്യാവിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഗുണം തന്നെയാണ് പറയേണ്ടത്. കാലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, പാദത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കുടുംബത്തിലും മംഗളകർമ്മങ്ങളുടെ യോഗ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കേണ്ട യോഗ്യതയും കാണുന്നുണ്ട്. പൊതുവെ മധ്യമമായ ഫലം, ഗുണവും ദോഷവും മിശ്രണമായ ഒരു ഫലമാണ് ഈ വിഷുഫലത്തിലൂടെ മീനക്കൂറിൽ പെടുന്ന പുതുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് പറയേണ്ടത്. അവർ ഇപ്പം ഏത് ദേവതയെ ആരാധിക്കണം ചോദിച്ചാൽ മഹാദേവനെയും ശാസ്താവിനെയും സ്ഥിരമായിട്ട് ആരാധിക്കുക. ശാരീരിക വൈഷമ്യങ്ങൾ അത്രയും കുറഞ്ഞിരിക്കും. വിഷുഫലം ഇത്രയും പറയുമ്പോൾ ജാതകത്തിലെ
ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ അല്പമായ വ്യത്യാസങ്ങൾ വരാം. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഫലത്തെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.